കുളി കഴിഞ്ഞാൽ എല്ലാവർക്കും വിളക്ക് കൊളുത്താൻ സാധിക്കുമോ? ഉത്തരം ഇതാ. കേരളത്തിൽ മിക്ക ഹൈന്ദവ വിശ്വാസങ്ങളുടെയും വീടുകളിൽ രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട്. നിലവിളക്ക് കൊളുത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ദോഷമാകും വന്നു ചേരാൻ പോകുന്നത്. ഒരിക്കലും വെറും നിലത്ത് വിളക്ക് കൊളുത്തി വയ്ക്കരുത്. പീഠത്തിന് മുകളിലോ തളികയിലോ വേണം വിളക്ക് വയ്ക്കേണ്ടത്. കുളിച്ച ആരെങ്കിലും പോരാ, കുടുംബനാഥ തന്നെ വിളക്ക് കൊളുത്തണം. കൊടിവിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്ത് എത്തി വണങ്ങിയ ശേഷം വേണം ദീപം തെളിയിക്കുവാനായിട്ട്. വിളക്ക് തെളിയിക്കുമ്പോൾ ശരീരവും മനസ്സും മാത്രമല്ല, നിലവിളക്ക് വയ്ക്കുന്ന സ്ഥലത്തിനും നിലവിളക്കിനും വരെ ശുദ്ധിയുണ്ടായിരിക്കണം. തുളസിയില ഇട്ട് തീർത്ഥത്തിന് സമമാക്കിയ വെള്ളം കൊണ്ടാണ് വിളക്ക് വയ്ക്കുന്ന സ്ഥലം ശുദ്ധീകരിക്കേണ്ടത്. വിളക്ക് കൊളുത്താൻ എണ്ണ, നെയ്യ്, തിരി, തീപ്പെട്ടി എന്നിവ ഉപയോഗിക്കാം. പക്ഷേ തീപ്പെട്ടി ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. വിളക്ക് കൊളുത്താൻ എള്ളെണ്ണയാണ് ഏറ്റവും ഉത്തമം. രാവിലെ ഉദയസൂര്യനെ നമിക്കുന്നതിനായി കിഴക്കു ഭാഗത്തെ തിരിയും സായാഹ്നത്തിന് അസ്തമയ സൂര്യനെ വണങ്ങി പടിഞ്ഞാറ് ദിക്കിലേക്കുമുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത്. 5 തിരിയിട്ട വിളക്ക് ദുരിതങ്ങളൊഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നത് അശുഭകരം തന്നെയാണ്. നിത്യവും വിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കാനും മറക്കരുത്. ഏതെങ്കിലും അശുദ്ധി കുടുംബത്തിന് മൊത്തം ബാധിക്കുന്നുവെന്ന് ഉറപ്പ്.